ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അതുൽ രാജ്. സിനിമ അഡിക്റ്റഡ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷ വാസുദേവ് റൈറ്റിംഗ് ഡയറക്ട് ചെയ്ത ചിന്ന ചിന്ന ആസ എന്ന് പറഞ്ഞ മൂവിനെ പറ്റിയാണ് പറയാൻ വന്നിരുന്നത്. മൂവി എങ്ങനെയുണ്ടെന്ന് ഇത് നമ്മുടെ ചിലവരുടെ ലൈഫായിട്ട് ചെറിയ റിലേറ്റ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ കാണാം. അങ്ങനെ കാണാത്ത പക്ഷം ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരാം ഈ സിനിമയോട്. ഇത് നമുക്ക് ഒരു ആദ്യം ചെറിയൊരു ഹിന്ദി പോലെ നമുക്ക് ഇത് കൊള്ളാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് തന്നിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പം ഫുള്ളങ്ങാട്ട് സിനിമയിൽ നമ്മൾ എന്താ പറയുക, ഒരു അഡിക്ഷൻ ആയിപ്പോയ രീതിയിൽ ഒരു മേക്കിംഗ് രീതിയിലാണ് പടം മൊത്തം പോയിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ഒരു സമൂഹത്തിൽ ഇതുപോലെയുള്ള വ്യക്തികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒട്ടനവധി പേരാണ്. സ്വന്തം ഇഷ്ടങ്ങളാണെങ്കിലും അത് മറ്റുള്ളവർ കാരണം ചിലപ്പോൾ അത് നേടാൻ സാധിക്കാതെ, ചിലപ്പോൾ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ഇതിനൊക്കെ കാരണമാണ് ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അത് ഒരു വലിയ മുൻകൈ കൊടുക്കാണ്ട് അതിന് വലിയ പ്രാധാന്യം ഇല്ലെന്ന് പറഞ്ഞ് അതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഒട്ടനവധി പേരുണ്ട്. പക്ഷെ അവർക്ക് എത്ര നാള് കഴിഞ്ഞാലും അവര് ചെയ്യാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങളും എല്ലാം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. അത് പിന്നീട് ഒരു സമയത്ത് ഒരു സിറ്റുവേഷനിൽ എനിക്കത് നേടണം എന്നുള്ള വാശിപ്പുറത്ത് ഇറങ്ങി തിരിക്കുകയും പിന്നീട് അത് നേടുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഒക്കെ ഒരു ടൈപ്പ് ഒരു ഫീല് തരുന്ന ഒരു മൂവിയാണിത്. ഇത് അവസാന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ശരിക്കും കണ്ണിച്ചിരി നിറയെ ഭയങ്കര ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ സിനിമയിൽ. അതില് മധു, അതായത് നമ്മുടെ യോധ മൂവിയിൽ അഭിനയിച്ച നായികയാണ് നമ്മളെ ഇന്ദ്രൻസേട്ടൻ്റെ നായികയായിട്ട് ഈ മൂവിയിൽ വന്നിരിക്കുന്നത്. കിടു രണ്ടുപേരുടെയും കൂടിയുള്ള പെർഫോമൻസ്, രണ്ടുപേരെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ വർക്കായി. അതിൽ ഇന്ദ്രൻസേട്ടൻ്റെ ആക്ടിങ് ആണെങ്കിൽ എല്ലാം പക്കായിട്ട്. ആഭരണ ബാലമുരളിയുണ്ട്, അത് ഇന്ദ്രൻസേട്ടൻ്റെ മകളായിട്ടാണ് പറഞ്ഞത്. നല്ലപോലെ തന്നെ നല്ല മേക്കിങ്ങും അഭിനയമാണെങ്കിലും അതില് പടം ഒരു ഫീൽഡ് വുഡ് ഒരു സ്ലോ ബേസ്ഡ് പോയി നമുക്ക് പ്രത്യേക ഒരു താല്പര്യം തോന്നുന്ന വിധത്തിലുള്ള ഒരു മൂവിയാണ്. അത് എല്ലാവർക്കും വർക്കാവുന്ന അറിയാൻ മേല. ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ കണ്ടുകൊണ്ടാണ് എനിക്ക് വർക്കായെന്ന് എനിക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ വർക്കാവുമോ എന്ന് എനിക്കറിയാൻ മേല. എനിക്കത് എന്താണെന്നറിയാൻ മേല, പ്രത്യേക ഒരു ഇമോഷൻ അറ്റാച്ച്മെന്റ് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയുള്ള ക്യാരക്ടർ, ആ ക്യാരക്ടർ ഇന്ദ്രൻ ചേട്ടൻ അല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നുന്ന ആ പടം കണ്ടതോ തോന്നി. പ്രത്യേകം അവസാനത്തിലെ ഒരു ഏങ്ങല് അല്ലെങ്കിൽ കരച്ചിലും മഞ്ഞ്, അല്ലെങ്കിൽ എങ്ങനെ വെച്ച് കരയാനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഇന്ദ്രചേട്ടന്റെ എക്സ്പ്രഷൻ, അയ്യോ അത് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ കിടുവാണ്. എനിക്കത് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴാണ് എനിക്കത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലപോലെ എഫക്റ്റീവ് ആയത്. ഇത് ഫോണിലും OTT-യിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനത്തെ ഒരു മസ്റ്റ് വാച്ച് എലമെന്റ് മൂവി അല്ല ഇത്. പക്ഷെ ഇത് എന്താ പറയാ, നമുക്കിപ്പോ നഷ്ടമായി പോകുന്ന പ്രണയവും അങ്ങനെയൊക്കെ ടൈപ്പ് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് പ്രണയം നഷ്ടമാകുകയല്ല, പക്ഷെ എന്നാലും അത് നേടിയെടുക്കണമുണ്ട്. പക്ഷെ എന്നാലും അത് ഒരു പൂർണ്ണത, ആ ഒരു പ്രണയത്തിന് പൂർണ്ണത ഇല്ലാത്ത ടൈപ്പ്. എന്നാലും നമുക്കത് കാണുമ്പോൾ കൊള്ള ഒരു വൈബ്, ആ ഒരു ടൈപ്പ് ഒരു എക്സ്പീരിയൻസും നമുക്കൊരു സത്യം പറഞ്ഞ ഒരു നഷ്ടപ്രണയത്തിന്റെ കഥയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇമോഷൻ ശോകമായല്ല അങ്ങനെ ഒരു. പക്ഷെ ഇതല്ല, നമുക്കൊരു കൊള്ള മനസ്സിനൊരു സമാധാനം കിട്ടുന്ന ടൈപ്പ് ഒരു മൂവി. അത് ഒരു ഫീൽഡ് മൂവിയും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയി ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ.